നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPI-യിൽ ഇപ്പോൾ കൂട്ടക്കലഹവും കൂട്ട അടിയുമാണ്. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPI. കാനം രാജേന്ദ്രത്തിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിയിൽ ഇപ്പോൾ അസംതൃപ്തി പുകയുകയാണ്. പാർട്ടിയുടെ സീനിയർ നേതാക്കൾ പലരും ബിനോയ് വിശ്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തിന് പാർട്ടിയെ കൊണ്ടു നടക്കാൻ കഴിവില്ലെന്നും തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെയാണ് ബിനോയ് വിശ്വത്തെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ ഇനി അധികം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുമാണ് പല സീനിയർ നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. മരിക്കുന്നതിന് മുമ്പ് കാനം രാജേന്ദ്രൻ എഴുതി വച്ച വിൽപത്ര പ്രകാരമാണത്രേ ബിനോയ് വിശ്വം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയത്. കാനം രാജേന്ദ്രന്റെ ഔസ്യത്വ പ്രകാരം സംസ്ഥാന സെക്രട്ടറി ആയ ആളിനാണ് പലപ്പോഴും പല നേതാക്കളും ബിനോയ് വിശ്വത്തെ രഹസ്യമായി കളിയാക്കുന്നത്. കാരണം CPI-യിൽ അല്ലെങ്കിൽ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഔസ്യത്തെ എഴുതി വെച്ച് ആരെങ്കിലും സെക്രട്ടറിമാരാക്കുന്ന പരിപാടിയൊന്നുമില്ല. മറ്റ് DMK-യിലോ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകളിലോ പോലെ ഒരു അപ്പൻ മരിച്ചാൽ മകൻ അല്ലെങ്കിൽ തൻ്റെ പിൻഗാമിയെ താൻ നിശ്ചയിക്കുമെന്നുള്ള സംഗതിയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പൊതുവെയില്ല. എന്നാൽ ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന് കാനം രാജേന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അവസാന ആഗ്രഹമായി പറഞ്ഞത്രേ. അങ്ങനെയാണ് ബിനോയ് വിശ്വം താരതമ്യേന ജൂനിയറായ ബിനോയ് വിശ്വം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. എന്നാൽ ബിനോയ് വിശ്വത്തിനെതിരെ അതിനുശേഷം പല നേതാക്കളും സീനിയറായ പല നേതാക്കളും ശക്തമായ വിമർശനങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ഉന്നയിക്കുകയുണ്ടായി. കാനം രാജേന്ദ്രനേക്കാൾ പിണറായിയുടെ അടിമയായി പ്രവർത്തിക്കുന്നത് ബിനോയ് വിശ്വമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പരിഹാസ്യാദ്യേന പറയുന്നത്. ബിനോയ് വിശ്വത്തെ കൊണ്ട് ഇനി ഈ പാർട്ടി കൊണ്ടു നടക്കാൻ സാധ്യമല്ലെന്നും പാർട്ടിയുടെ കാര്യം ഏറെക്കുറെ അധോഗതിയാണെന്നും അടുത്ത തവണ ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നെ CPI എന്നുള്ള പാർട്ടി കേരളത്തിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ലെന്നുമാണ് പല നേതാക്കളും പറയുന്നത്. ഏതായാലും ഇപ്പോൾ വിവാദമായത് ഒരു ടേപ്പാണ്. എന്ന് വച്ചാൽ ഒരു ശബ്ദ സന്ദേശം. എറണാകുളം ജില്ലയിലെ സീനിയർ നേതാക്കളായ കമല സദാനന്ദനും KM ദിനകരനും തമ്മിലുള്ള സംഭാഷണമാണ് ചിലർ പുറത്തുവിട്ടത്. ബിനോയ് വിശ്വത്തിനെ കൊണ്ട് ഈ പാർട്ടി കൊണ്ടു നടക്കാൻ കൊള്ളില്ല എന്ന് ഇവർ പറയുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. അത് പാർട്ടിയിലെ അണികൾ തന്നെ, പാർട്ടിയിലെ എറണാകുളം ജില്ലയിലെ ചില നേതാക്കൾ തന്നെയാണ് പുറത്തുവിട്ടതെന്ന് അറിയുന്നു. മനോരമ പോലത്തെ ഒരു പ്രമുഖ ചാനലിന് ഈ ശബ്ദ സന്ദേശം ലഭിച്ചു. കമല സദാനന്ദനും KM ദിനകരനും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ അവർ പറയുന്നത് കേരളത്തിൽ CPI-യുടെ ഗതി ഇപ്പോൾ അധോഗതിയാണ്. ബിനോയ് വിശ്വം പാർട്ടിയെ നയിക്കുകയാണെങ്കിൽ അധികകാലം ഈ പാർട്ടി ഉണ്ടാവുകയില്ല. ബിനോയ് വിശ്വത്തിന്റെ സഹോദരി അനാവശ്യമായി പാർട്ടിയുടെ കാര്യങ്ങൾ ഇടപെടുകയാണ്. പാർട്ടിയിൽ ഉയർന്നു വരുന്ന അനഭിലഷണീയമായ പ്രവണതകളെ തടുക്കാനോ ചെറുക്കാനോ ബിനോയ് വിശ്വത്തെ പോലെ ഒരു ജൂനിയർ അയാൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിന്റെ കീഴിൽ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വളരെ സീനിയർ ആയിട്ടുള്ള രണ്ട് നേതാക്കൾ പറയുന്നതിൻ്റെ ശബ്ദ സന്ദേശം മനോരമ പോലത്തെ ഒരു ചാനലിൽ കിട്ടിയതും അവർ സംപ്രേഷണം ചെയ്തതും. ഏതായാലും ശബ്ദ സന്ദേശം ഈ ചാനലുകൾ കിട്ടിയത് CPI നേതാക്കൾ തന്നെ കൊടുത്തതാണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. CPI-യിൽ ബിനോയ് വിശ്വത്തിനെതിരെ നടക്കുന്ന വലിയ പ്രചരണത്തിൻ്റെ ഒന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി ചില ബിനോയ് വിരുദ്ധരായ CPI നേതാക്കൾ പുറത്തുവിട്ടതാണ് ഈ ശബ്ദരേഖ അല്ലെങ്കിൽ ശബ്ദ സന്ദേശം എന്നാണ് പറയുന്നത്. ഏതായാലും ബിനോയ് വിശ്വത്തിന് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണി അധികാരത്തിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ CPI-യുടെ കാര്യം കട്ടപ്പുകയാണ് കേരളത്തിൽ. ബിനോയ് വിശ്വത്തിന് അത്തരം വെല്ലുവിളികൾ നേരിടാൻ കഴിയുകയില്ല എന്നുള്ള ഒരു അപഖ്യാതി നേരത്തെ തന്നെ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പുകയുന്ന അസംതൃപ്തിയുടെ പ്രതിഫലനമാണ് ഈ ശബ്ദ സന്ദേശമായി സീനിയർ നേതാക്കളുടെ വാക്കുകളിലൂടെ പുറത്തു വന്നാണ് പറയപ്പെടുന്നത്. ബിനോയ് വിശ്വത്തിന് ഈ പാർട്ടിയെ കൊണ്ടു നടക്കാൻ ഒരിക്കലും പറ്റില്ല. അദ്ദേഹത്തിന് താങ്ങാവുന്നതിനേക്കാൾ വലിയ ഭാരമാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനമെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഈ പാർട്ടി ഉണ്ടാകില്ലെന്നും ഇവർ പറയുന്നു. ഏതായാലും ശബ്ദ സന്ദേശം പുറത്തു വന്നത് CPI-യിലെ അടി കൂടുതൽ രൂക്ഷമാക്കി. ഇനി വരും ദിവസങ്ങളിൽ CPI-യുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെയെല്ലാം ഈ ശബ്ദ സന്ദേശം ശബ്ദരേഖ വലിയ വിവാദമായി തീരുമെന്നും പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്.